നമുക്ക് ഉത്സവത്തിന് പോവാം. ഹേ ഡേയ്സ്, അപ്പോൾ എൻ്റെ നാട്ടിലെ വിഷുവിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു റൈഡിൽ കയറാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തേക്കാണ്. അങ്ങനെ പ്രസ്റ്റ് പോയി എന്ത് ചെയ്തു, ടിക്കറ്റ് എടുത്തു. നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. നമ്മളോട് അപ്പനുണ്ട്. എൻ്റെ പണ്ടത്തെ ഒരു സീരിയൽ ഉണ്ട്. അതൊന്നുമല്ല ഗൈസ്, ഉത്സവത്തിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ഒത്തിരി പേരെ കാണും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്കന്ന്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അതങ്ങനെ ഒരെണ്ണം. അപ്പോഴത്തേക്ക് അമ്മയും അവരൊക്കെ വേറെ വഴി. നമ്മൾ ഇവരെ കണ്ടു. ഇവരെന്നെ പറ്റിച്ച് സ്നിക്കേഴ്സ് തരാന്ന് പറഞ്ഞിട്ട് കണ്ട് അറിയാവുന്ന എത്ര പേരെ കണ്ടെന്നോ തീർന്നിട്ടില്ല. ഇനിയാണ് മെയിൻ ടീംസ് വരുന്നത്. ഇവരിതൊക്കെ നോക്കുമ്പോഴേ എൻ്റെ കണ്ണ് ഈ ടോയ്സിലൊക്കെയാണ് ഗൈസ്. ഒരെണ്ണമെങ്കിലും അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കണം കേട്ടോ നമുക്ക്. ഇവരാണ് ആ ടീം. എന്തൊരു ചിരി ചേച്ചിമാർക്ക്. നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ് ഗൈസ്? കഴിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിട്ടൊരു മൊജീത്ത ഓടിച്ചു. പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ, നല്ലതായിരുന്നേ. ആങ്ങൾ വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞ് വീഡിയോക്കൊക്കെ നിന്ന് പിന്നെ നമ്മൾ പാനിപ്പൂരി എന്തുവാ ഇതൊക്കെ കഴിച്ചടേ. വഴി പോയ ആദ്യം നിന്ന് മാങ്ങി വാങ്ങിച്ച് കഴിച്ച് വെള്ളവും കുടിച്ച് കഴിഞ്ഞ്. ഇനി നമുക്ക് നേരെ ഡാൻസ് കാണാൻ പോവാവേ. ഡാൻസ് കുറച്ച് നേരം കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ ആളുകളെ കിട്ടി. ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ തൊണ്ടവേദന എടുത്തോണ്ട് ഞാൻ നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ. പ്രസ്സിലേക്ക് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ പക്ഷേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അവളെ. ഇപ്പം മാമ മനസ്സിൽ എന്താ പറഞ്ഞതെന്നാൽ മോളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേന്ന് മാമൻ പറയുന്ന എല്ലാവരും കേൾക്കണേ. പിന്നെ നമ്മൾ ഞാൻ അവസാനം ടോയങ്ങ് വാങ്ങിച്ചു, ഒരു ഫ്ലൈറ്റ് അങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഞാൻ നോക്കിയില്ല, അങ്ങ് വാങ്ങിച്ചങ്ങ്. പിന്നെ ഈ എറിഞ്ഞ പൊട്ടുന്ന സാധനമില്ലേ, ആദ്യം ചിലർക്ക് ശരിയാവത്തില്ല, എനിക്ക് ശരിയാവില്ല, പിന്നെ നമുക്കൊക്കെ ശരിയാവും. ഓക്കെ, അച്ചാച്ചൻ എനിക്ക് ഐസ്ക്രീം ഇവിടെ അല്ലിയോടെ നേരത്തെ തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ടിരുന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് അങ്ങ് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചോളും കേട്ടെ. ഞാൻ അങ്ങ് കഴിച്ച് അച്ചാച്ച പിന്നെ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ എങ്ങനെയാ അച്ഛാ വേണ്ടാന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിച്ചേ. നമ്മുടെ പാത്രം തരാൻ നാണുണ്ടോ ഞങ്ങളുടെ പാത്രം വെച്ചോണ്ടിരിക്കാൻ? നാണുണ്ടോ? നാണമില്ല. അണ്ണൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ലവ് വിത്ത് ലിസി അവിടെ കണ്ടത് കേട്ടോ. മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ മുഖം കാണിക്കുന്നത്, അതുകൊണ്ട് പോയി തോളിൽ തട്ടിയിട്ട് അവൻ അപ്പോഴേ ഓടിക്കളഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ വിഷു പോയത്. നമ്മുടെ ശ്രീകുട്ടണ്ണന് ഈ പാവ വാങ്ങിച്ചരാന്ന് പറഞ്ഞ് അങ്ങനെ ഈ പാവയെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ വന്നു ഗൈസ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു വിഷു. നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയാണെന്ന് പറയണം കേട്ടോ. അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.